വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. സോഷ്യലിസ്റ്റ് ജനത ഐക്യ ജനതാദളിൽ ലയിച്ചു. MP വീരേന്ദ്രകുമാർ സംസ്ഥാന പ്രസിഡന്റ്. BJP സർക്കാർ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നുവെന്ന് ശരത് യാദവും നിതീഷ് കുമാറും. 162 പേരുമായി ഇന്തോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ വിമാനം കാണാതായി. അപ്രത്യക്ഷമായത് എയർ ഏഷ്യ വിമാനം. ജാവ കടലിൽ തകർന്നു വീണെന്ന സംശയം. വിമാനത്തിൽ ഇന്ത്യക്കാരില്ല. കോൺഗ്രസിലെ ചേരിപ്പോരിന് ജന്മദിന സമ്മേളനവും വേദി. അഭിപ്രായ ഭിന്നതകൾ വ്യക്തിപരമല്ലെന്ന് VM സുധീരൻ. പാർട്ടി പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നീങ്ങിയാൽ നേട്ടമുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് AK ആന്റണി. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ക്രിയാത്മക നിർദ്ദേശങ്ങളുമായി റിപ്പോർട്ടർ ബിസിനസ് കോൺക്ലേവ്. വേദിയിൽ വ്യവസായ കേരളത്തിന്റെ പരിച്ഛേദം. ബിസിനസ് റിലയബിലിറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഓസ്ട്രേലിയക്കെതിരായ 3ാം ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുന്നു. വിരാട് കോഹ്ലിക്കും അജിങ്ക്യ രഹാനെക്കും സെഞ്ചുറി. 8 വിക്കറ്റുകൾ നഷ്ടമായി. ലീഡ് 68 റൺസ് അകലെ. സോഷ്യലിസ്റ്റ് ജനതാദൾ U ലയനം പൂർത്തിയായി. തൃശൂരിൽ നടന്ന ലയന സമ്മേളനത്തിൽ ജനതാദൾ U സംസ്ഥാന പ്രസിഡന്റായി MP വീരേന്ദ്രകുമാറിനെ തെരഞ്ഞെടുത്തു. വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് ഐക്യവുമായി മുന്നോട്ടു പോകുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശരത് യാദവ് പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ഷെയ്ഖ് P ഹാരിസ് ജനതാദൾ JDU നേതാവ്, ശ്രീ NP ചേക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, VV രാജേഷ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ഷെയ്ഖ് P ഹാരിസ്, ജനതാ പരിവാറിന്റെ ഒരുമിക്കൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നാണ്. അതിൻ്റെ ആദ്യത്തെ പടി കേരളത്തിൽ നടന്നിരിക്കുന്നു. നിങ്ങൾ JDUവിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി എന്താണ്? പോലെ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് ജനത ഇന്ന് ജനതാദൾ യുവിൽ ലയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ നേതൃത്വത്തിലുള്ള മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരികയും BJP ലഭിച്ചത് കേവലം 31% വോട്ടോടുകൂടിയാണ് അവർ അധികാരത്തിൽ വന്നത്. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ കക്ഷികളുടെ ഭിന്നിപ്പാണ് മോഡി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വഴി തുറന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയപരമായ വിലയിരുത്തൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിൽ നടന്ന 10 സീറ്റുകൾക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷണം എന്ന നിലയിൽ രാഷ്ട്രീയ ജനതാദളും ജനതാദൾ യുവും കോൺഗ്രസും ചേർന്നൊരു മഹാസഖ്യം എന്ന നിലയിൽ മത്സരിക്കുകയും ആ 10ൽ 6 സീറ്റുകൾ ആ സഖ്യം വിജയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്ന ജനതാ പരിവാറിൽപ്പെട്ട പാർട്ടികൾ ഒന്നിക്കണം, മതേതര ജനാധിപത്യ ബദൽ ഇന്ത്യയിൽ ഉണ്ടാകണം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ ജനതാ പരിവാറിന്റെ ഏകീകരണത്തിന് കേരളത്തിൽ തുടക്കമായിരിക്കുന്നു. കേരളത്തേക്കാൾ അത് പ്രസക്തം വടക്കേ ഇന്ത്യയിലാണ്, ഹിന്ദി ഹൃദയഭൂമിയിലാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം BJP വിരുദ്ധ രാഷ്ട്രീയമാണ്. BJP അങ്ങേയറ്റം ശക്തമായ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള യോജിപ്പിന് തുടക്കമിടാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പല ഗ്രൂപ്പുകളായി ഭിന്നിച്ചു പോയ ജനതാ കക്ഷികളെ പ്രേരിപ്പിക്കുന്നത്. ഇത് ഏത് തരത്തിൽ BJPയെ ഭയപ്പെടുത്തും? അഭിലാഷ്, ഭയപ്പാടിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇത് കുറേ ദിവസം മുമ്പ് ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. ശ്രീ മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, ശരത് യാദവ്, അതുപോലെ തന്നെ നിതീഷ് കുമാറൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. അതിൻ്റെ മറ്റൊരു ആവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ന് ശ്രീ ശരത് യാദവ് പറഞ്ഞതിൽ രാജ്യത്ത് ചേരിതിരിവ് ഉണ്ടാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് ശരത് യാദവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതിൽ എന്താ എന്നൊരു പുതിയതായിട്ടുള്ളത്? വർഷങ്ങളായി പറഞ്ഞു വരുന്ന കാര്യങ്ങളല്ലാതെ 17 വർഷം ഇതേ ശരത് യാദവ് BJPയുമായി ചേർന്ന് ബീഹാർ ഭരിച്ച മുന്നണിയിലുണ്ട്, കേന്ദ്രം ഭരിച്ച മുന്നണിയിലുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഈ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും നരേന്ദ്രമോദിയും ഒക്കെ വ്യത്യസ്ത സംഘടനാ ചുമതലകൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇവർ ഇത് തിരിച്ചറിഞ്ഞില്ലേ? മറ്റൊന്ന്, ഇന്ന് തൃശ്ശൂരിൽ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? ഞാൻ സമ്മതിക്കുന്നു, ഇവരൊക്കെ കൂടി ഒരു ശക്തിയായി ഒരുമിച്ച് നിന്നാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടി ഒരുമിച്ച് നിന്നാൽ ചില സ്ഥലങ്ങളിൽ BJPക്കെതിരെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ അവർക്ക് സാധിക്കും എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ താങ്കൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്, ആൻറ്റി BJP വേവ്. അപ്പോൾ അവിടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒന്നും ഇവർ പറയുന്നില്ല. മറ്റൊന്ന്, ഇങ്ങനെ മത്സരിച്ച് അവർ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസം അവർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും? കാരണം
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഇത് ഒരുപാട് കണ്ടതാണല്ലോ. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇന്ത്യ ഇന്ന് വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, BJPയും വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടുകളൊക്കെ തന്നെ ഇന്ത്യൻ ജനത അംഗീകരിക്കുമെന്നുള്ള യാതൊരു വിശ്വാസമില്ല. BJPയും BJP വിരുദ്ധരും എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കാണ്. തുടരുക ശ്രീ വി വി രാജേഷ്. ശ്രീ മാത്യു ടി തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ മാത്യു ടി തോമസ്, ജനതാദൾ സെക്യുലർ അടക്കമുള്ള ജനതാ കക്ഷികളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു നേരത്തെ. ഇപ്പോൾ JDUവിൽ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ലയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം കൂടി ഒരൊറ്റ കക്ഷിയാകുന്നത് സമീപഭാവിയിൽ നടക്കുമോ? ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അതാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റുകളുടെ ദേശീയ തലത്തിലുള്ള ഏകീകരണമാണ്. പക്ഷെ കേരളത്തിലെ സോഷ്യലിസ്റ്റ് ജനത JDU എന്ന പാർട്ടി ലയിച്ചതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല. സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടിക്ക് ഒരു ദേശീയ നേതൃത്വവുമായി അഫിലിയേഷൻ ഉണ്ടായി എന്നത് മാത്രമാണ് ഈ ലയനത്തിന്റെ ഒരു ബാക്കിപത്രം. കേരളത്തിൽ JDU പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റി അംഗങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ ലയനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് JDSൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. ഇവിടെ പ്രസക്തമായൊരു വിഷയം, ദേശീയ തലത്തിൽ രൂപപ്പെടേണ്ടുന്ന ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഐക്യം BJP ഉയർത്തുന്ന വർഗീയ ഫാസിസത്തിനെതിരെ മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയെ സാമ്രാജ്യത്വ കുത്തകൾക്ക് മൂലധന ശക്തികൾക്ക് തീർച്ചയായും ശ്രീ മാത്യു ടി തോമസ്, ഇവിടെ ഇന്നിപ്പോൾ കേരളത്തിൽ നടന്ന ലയനം കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യലിസ്റ്റ് കക്ഷികളുടെ ഒക്കെ ഒരു ഏകീകരണം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ ആദ്യത്തെ പടി നടന്നിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കക്ഷികളെല്ലാം കൂടി ഒരുമിക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിന് തുടക്കമാകുമോ ഇത്? ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ ഇതിന്? പാർട്ടി ഡോക്ടർ രാം മനോഹർ ലോഹിയുടെ കാലഘട്ടം മുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നു. അന്നു മുതൽ തന്നെ മുതലാളിത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാടുകൾ ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾ അന്നത്തെ വ്യത്യസ്തമായ പാർട്ടി രൂപങ്ങളിൽ വന്നപ്പോൾ സ്വീകരിച്ചിരുന്നു. അപ്പോ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യ സോഷ്യലിസ്റ്റുകളുടെ ഒരു ഏകീകരണം അപ്രസക്തമാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് BJPക്കും കോൺഗ്രസിനും മുഖ്യമായ ഒരു രാഷ്ട്രീയ യോജിപ്പാണ് ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ അഴിമതി സർക്കാരിന്റെ ഭാഗമായിരുന്നുകൊണ്ട് അഴിമതി നടത്താൻ വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് ഐക്യം തീർത്തും അപ്രസക്തമാണ്. റൈറ്റ്, തുടരുക. ശ്രീ NP ചേക്കുട്ടി, JDU സോഷ്യലിസ്റ്റ് ജനതാ ലയനത്തിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടോ? JDU എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ അങ്ങനെ പ്രധാനമായിട്ടൊന്നും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് JDSന് ഒരു ദേശീയമായ അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ജനതാദൾ യുവിനെ അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് രാഷ്ട്രീയമായിട്ട് ഒരു തത്വദീക്ഷയുള്ള പരിപാടിയായിട്ട് കാണാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയമായിട്ടായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ജനതാ പരിവാറുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഗ്രൂപ്പുകളെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥയും തയ്യാറെടുപ്പും അവർ കാണേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്യു ടി തോമസ് അടക്കമുള്ള ആളുകൾ ഇന്ന് ആ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരു ശ്രമവും നടത്താതെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കിയ ആളുകൾ തന്നെ ദേശീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും BJPക്കെതിരെയുള്ള ബദലിന്റെയൊക്കെ പേരിൽ രംഗത്ത് വരുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അപഹാസ്യമാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം കൊണ്ടൊന്നും BJPയെ തടയാൻ കഴിയില്ല. അത് രാഷ്ട്രീയമായിട്ട് കഴിവുള്ള, രാഷ്ട്രീയമായി സത്യസന്ധതയുള്ള, ഊർജ്ജമുള്ള ഒരു പുതിയ രാഷ്ട്രീയം തന്നെ വേണം. അത് ഈ ഗ്രൂപ്പിനകത്ത് ഉള്ളതായിട്ട് പറയാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റൈറ്റ്. ശ്രീ K കൃഷ്ണൻകുട്ടി, സോഷ്യലിസ്റ്റ് പുനരേകീകരണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒരു നിമിഷത്തിനകം മടങ്ങി വരാം. ശ്രീ വി വി രാജേഷ്, കേരളത്തിൽ ഇതെന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയമായി മുന്നോട്ട് വന്നാൽ ബീഹാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ JDUവും RJDയും കോൺഗ്രസും ഒരുമിച്ച് നിന്നപ്പോൾ കണ്ട മാറ്റം വളരെ പ്രകടമായിരുന്നു. അവിടെ നഷ്ടമുണ്ടായത് BJPക്കാണ്. ഉത്തർപ്രദേശിലും സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് BSP മത്സരരംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹായം ലഭിച്ചപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ കക്ഷികളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളത് നിശ്ചയമായും BJPയെ പേടിപ്പിക്കേണ്ട ഒന്നല്ലേ? അല്ല അഭിലാഷ്, അവിടെ ഞങ്ങൾ കൂടുതൽ ശക്തരാവുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഒരുമിക്കുമ്പോഴേക്കും
ആ ഗ്രൂപ്പുകളെക്കാൾ കൂടുതൽ ശക്തരാകാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ നോക്കും. അപ്പോൾ കൂടുതൽ ജനകീയമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തേണ്ടി വരും, ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടി വരും, കൂടുതൽ ആൾക്കാരെ ഞങ്ങളോടൊപ്പം നിർത്തേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ദുർബലരാകുകയല്ല, മറിച്ച് ഞങ്ങൾ കൂടുതൽ ശക്തി സമാഹരിച്ചുകൊണ്ട് കൂടുതൽ ശക്തരാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ എല്ലാ കക്ഷികളും കൂടി ഒരുമിച്ച് വന്നാൽ ഒരു ബലമാണ് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി മായാവതി ബഹുജൻ സമാജ്വാദി പാർട്ടി പല സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ശ്രീ മുലായം സിംഗ് യാദവിനെ പിന്തുണച്ചു. പക്ഷേ അവിടെ ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നുള്ള ഉത്തർപ്രദേശ് പല പ്രാവശ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ അസ്തിത്വം ആ നിയോജക മണ്ഡലത്തിൽ നഷ്ടപ്പെടുകയാണ്. തൊട്ടടുത്ത് കോൺഗ്രസ് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള പാർട്ടികളെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെടുകയാണ്. തുടരുക ശ്രീ മാത്യു ടി തോമസ്. എന്തായാലും നിങ്ങൾ LDFിലും സോഷ്യലിസ്റ്റ് ജനത ഇപ്പോഴത്തെ JDU UDFിലുമാണ്. അവർക്ക് സമീപഭാവിയിൽ തന്നെ ഒരുമിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമോ? ജനതാദൾ കേരള ഘടകത്തെ സംബന്ധിച്ച് ഒരു നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് ഈ പാർട്ടി വിട്ടുപോയ ആരും പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാൽ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു മടിയും കാട്ടില്ല. അപ്പൊ പാർട്ടിയിലേക്ക് വന്ന് ലയിക്കുന്ന അല്ല, ദേശീയ തലത്തിൽ തന്നെ ഇരു പാർട്ടികളും യോജിച്ച സംവിധാനം ഒരുക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാറി വരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ യോജിപ്പിന് ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാകണം. ആ അടിത്തറ പ്രത്യയശാസ്ത്രത്തിലും തീർച്ചയായും ശ്രീ മാത്യു ടി തോമസ്, ഏതെങ്കിലും പ്രത്യയശാസ്ത്ര പ്രശ്നത്തിന്റെ പേരിലല്ലല്ലോ, സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലാണ് പിണങ്ങി പിരിഞ്ഞു പോയത്. അത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ നിലനിൽക്കുന്നുമില്ലല്ലോ. ഇല്ല, അവിടെ തന്നെയാണ് പ്രശ്നം. ദീർഘനാളുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന രാഷ്ട്രീയ ഘടകങ്ങൾ സീറ്റിന്റെ പേരിൽ പിണങ്ങി അതിനെ ഒരു വിഭാഗം അപ്പുറത്ത് പോയി, ഒരു വിഭാഗം ഇപ്പുറത്ത് നിന്നു. ഇപ്പുറത്ത് നിന്നവർ 4 MLA അപ്പുറത്ത് നിന്ന് 2 പേർ നിൽക്കട്ടെ. ലയിച്ച ഒരു പാർട്ടി ഒരുമിച്ച് കഴിഞ്ഞ് ഒരു പാർട്ടിയായി മാറിയിട്ട് അതിന് 2 MLA അങ്ങനെ ഒരുമിച്ച് 2 MLA UDFിലും 4 MLA LDFിലും എന്ന ഒരേ പാർട്ടിയിൽ ഒരു സംവിധാനം രാഷ്ട്രീയമായി പറ്റില്ലല്ലോ. അപ്പൊ അവിടെ വ്യക്തമായ നിലപാട് വേണ്ടത് ദീർഘനാളുകളായി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന കോൺഗ്രസ് ഇതര BJP വിരുദ്ധ ഏകീകരണം എന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ദയവായി തുടരണം. ശ്രീ ഷേഖ് ബിഹാരി, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തിരിച്ചുവരവിനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതൊന്നും പോരാ എന്നുള്ളതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു ദേശീയ നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന പാർട്ടിയുടെ ഭാഗമാകുക അല്ലെങ്കിൽ MP വീരേന്ദ്രകുമാറിന് ദേശീയ നേതാവാകുക എന്ന താൽക്കാലികമായ ലക്ഷ്യത്തിനപ്പുറമുള്ള ഒന്നും ഈ ലയന സമ്മേളനത്തിനില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേവലം കേരള സംസ്ഥാനത്ത് മാത്രം ഉള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലയനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് മോഡി ഗവൺമെൻറ് BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ ജനാധിപത്യ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവണതകൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ സോഷ്യലിസ്റ്റ് ഏകീകരണത്തിൻ്റെ ഒരു ചിന്ത വന്നത്. അതൊരു ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു ബദൽ എന്ന നിലയിലാണ് ഇത്തരം ആലോചനകൾ ഡൽഹിയിൽ നടന്നത്. ഇപ്പോൾ മാത്യു ടി തോമസ് പറയുന്നത് പോലെയല്ല, അദ്ദേഹത്തിൻ്റെ നേതാവും ജനതാദൾ എസിൻ്റെ ദേശീയ പ്രസിഡൻറ്റുമായിട്ടുള്ള ദേവഗൗഡ ഉൾപ്പെടുന്ന നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ഏകീകരണത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതൊരു ദേശീയ ബദലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേരളത്തിലെ സോഷ്യലിസ്റ്റ് ജനതാദൾ യുവിൽ ലയിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ജനതാദൾ ഗ്രൂപ്പ് കൂടി ഉണ്ടല്ലോ, ഇതുകൊണ്ടാണ് അവരുടെ കൂടി സഹകരണത്തോടു കൂടി ഇങ്ങനെ ഒരു പദ്ധതി ആലോചിക്കാത്തത്. അല്ല, അത് ശരത് യാദവും നിതീഷ് കുമാർ ഇന്ന് വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു വലിയ പാർട്ടി ആകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കമാണ് ഈ ലയന സമ്മേളനം. അത് യാഥാർത്ഥ്യമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിൻ്റെ പാർട്ടിയുടെ ദേശീയ സമിതിയാണ് അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ സന്ദർഭത്തിൽ ഉചിതമായ തീരുമാനം രാഷ്ട്രീയമായി എടുക്കുമെന്ന് അവരിന്ന് വ്യക്തമാക്കി. അങ്ങനെയാണ്. ശ്രീ NP ചേക്കുട്ടി, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ജാതി രാഷ്ട്രീയമായും സ്വത്വ രാഷ്ട്രീയമായും വഴിതിരിഞ്ഞു പോവുകയും അതുതന്നെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സമീപ
ഭൂതകാലം നമ്മെ സംബന്ധിച്ചുണ്ട്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോക്ക് തടസ്സപ്പെടുന്നു എന്ന ഘട്ടത്തിലാണ് ഈ പുനരേകീകരണ ചിന്ത അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ RJDക്കും JDUവിനും ജനതാദൾ എസിനും സമാജ്വാദി പാർട്ടിക്കുമൊക്കെ ഏകീകരിച്ച് ഒരു സോഷ്യലിസ്റ്റ് ശക്തിയാകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഒരുങ്ങി എന്ന് പറയാമോ? പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ BJPയുമായിട്ട് ദീർഘകാലം ഒന്നിച്ചിരിക്കുകയും അവരുമായി അധികാരം പങ്കിടുകയും അവർ കാണിച്ചിട്ടുള്ള എല്ലാ, ഞാൻ ചോദിക്കട്ടെ, മോഡിയുടെ വർഗീയതയും മോഡിയുടെ ഗുജറാത്തിലെ ദർഹത്തെയും ഒക്കെ ഇന്നലെ ഉണ്ടായതല്ല. ആ കാലത്തൊക്കെ കൂടെ നിന്ന ആളുകൾ തന്നെയാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തങ്ങളെടുത്ത നിലപാടുകളെ സംബന്ധിച്ചുള്ള തെറ്റുകൾ തുറന്നു പറയാൻ അവർ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ BJPയുടെ കൂടെ നിന്നത്, BJPയുടെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചത്, അവർ അധികാരത്തിൽ കൊണ്ടുവന്നത് തെറ്റായിരുന്നു എന്ന് പറയാതെ, തങ്ങളുടെ രാഷ്ട്രീയമായ നിലപാട് തെറ്റെന്ന് പറയാതെ ഇന്ന് കൊണ്ടുവരുന്ന ഈ പുതിയ ബദലൊന്നും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് രാഷ്ട്രീയമായ സത്യസന്ധതയല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിശാലമായ ബദലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വിശാലമായ ബദൽ കേരളത്തിലും വേണ്ടേ? അങ്ങനെ ഒരു വിശാലമായ ബദലിന് പകരം താങ്കൾക്ക് കൂടെ നിൽക്കാവുന്ന ആളുകളെയും തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും മാത്രം കൂട്ടി യോജിപ്പിച്ചൊരു ദേശീയ ബദൽ, അങ്ങനെ ഒരു ബദലിന് ജനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ബദലിന്റെ ആത്മാർത്ഥത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അത് കേരളീയ രാഷ്ട്രീയത്തിലായാലും ശരി, ദേശീയ രാഷ്ട്രീയത്തിലായാലും നിലപാടുകൾ പറഞ്ഞുകൊണ്ട്, ജനങ്ങളോട് സത്യസന്ധമായിട്ട് നിലപാടുകൾ പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ പിന്നെ അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഉള്ള രാഷ്ട്രീയം അല്ലാതെ മറ്റൊന്നും BJP വിരുദ്ധമായ ഡയലോഗുകളുടെ അടിസ്ഥാനത്തിലൊന്നും ജനങ്ങളെ അണിനിർത്താൻ കഴിയില്ല. റൈറ്റ്. ഈ BJP വിരുദ്ധത വിശ്വാസയോഗ്യമല്ല. ഒന്നാമത് 2002 ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ NDA മന്ത്രിസഭയിൽ ഒരു പങ്കാളിയായിരുന്ന ജനതാദൾ യുണൈറ്റഡ് ആണ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിന്റെ ഭാഗമാണല്ലോ. ആ ജനതാദൾ യുണൈറ്റഡ് ആണ് ഈ BJP വിരുദ്ധ ചേരിയുടെ നായകത്വം ഏറ്റെടുക്കുന്നത് എന്നത് തന്നെ കൗതുകകരമാണ്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് വരെ BJP ചേരിയുടെ ഭാഗമായിരുന്നു, NDAയുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷിയായിരുന്നു. നരേന്ദ്രമോദിയോട് നിതീഷ് കുമാറിനുള്ള എതിർപ്പ് എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ കാരണങ്ങൾ പോലും ഇല്ല യഥാർത്ഥത്തിൽ NDA വിടാൻ JDUവിന്. ഇല്ല, ഇത് ജനതാദൾ എസ്, ജനതാദൾ യു രണ്ട് കക്ഷികളായി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഇന്ത്യൻ പൊതുസമൂഹം നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അന്ന് ശരദ് യാദവും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ BJPയുമായി സഖ്യം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനതാദൾ എസിൻ്റെ ഭാഗമായി മാറിയത്. പിന്നീട് ജനതാദൾ എസിൻ്റെ ദേവഗൗഡ കർണാടകയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി BJPക്ക് ഭരിക്കുന്നതിനൊരു അവസരം ഒരുക്കി കൊടുത്ത സന്ദർഭത്തിലാണ് ഞങ്ങൾ ജനതാദൾ എസ് വിട്ട് ഇവിടെ സോഷ്യലിസ്റ്റ് ജനതയായി മാറുന്നത്. അപ്പോൾ എന്നും കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ, പ്രത്യേകിച്ച് വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ന് നിതീഷ് കുമാറിൻ്റെ പ്രസംഗത്തിൽ തന്നെ വളരെ അദ്ദേഹം സ്ട്രെസ് ചെയ്ത് ഊന്നി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ മോഡിയുടെ കൂടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നവരാണ്, BJPയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്, NDA മുന്നണിയിലുണ്ടായിരുന്നവരാണ്, NDA മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാണ്. അത് തെറ്റായിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട ചേക്കുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് തെറ്റായിപ്പോയി എന്ന് വളരെ വ്യക്തമായി ഇന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പിന്നീടാണ് ഞങ്ങൾ മോഡിയുടെ വർഗീയ ഫാസിസം നയം നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനവും ഗുജറാത്ത് കലാപങ്ങളും അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നുവെന്ന് കണ്ടതിന് ശേഷമാണ് നിതീഷ് കുമാറും മോഡിയുമായി തെറ്റുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് താങ്കൾ ശ്രീ മാത്യു ടി തോമസ്, ഒന്ന്, കുമാരസ്വാമിയും ദേവഗൗഡയും ഒക്കെ BJP ബാന്ധവം ഉണ്ടാക്കിയതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ പാർട്ടിയിലുള്ള പിളർപ്പ് എന്ന വാദത്തോട് താങ്കൾ യോജിക്കുമോ? അങ്ങനെ ഈ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മതേതര ജനാധിപത്യ ചേരിയിൽ, സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ ഉറച്ചു നിന്നു എന്ന അവകാശവാദം സോഷ്യലിസ്റ്റ് ജനതയ്ക്ക്, ഇന്നലെ വരെ സോഷ്യലിസ്റ്റ് ജനതയായിരുന്ന ഇന്ന് ജനതാദൾ യുണൈറ്റഡായി മാറിയ പാർട്ടിക്ക് സാധിക്കുമോ അങ്ങനെ അവകാശപ്പെടാൻ? എന്റെ ബഹുമാന സുഹൃത്ത് ശ്രീ ഷെയ്ഖ് പി ഹാരിസ് പഴയ സംഭവങ്ങളെ ഒന്നുകിൽ വിസ്മരിച്ചിരിക്കുന്നു അല്ലെ വളച്ചൊടിക്കുന്നു. ശ്രീ കുമാരസ്വാമി BJPയുടെ പിന്തുണയോടുകൂടി കർണാടക സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി തുടർന്നപ്പോ വ്യത്യസ്തമായ ഒരു നിലപാട് അന്ന് കേരളത്തിലെ ജനതാദൾ ശ്രീ NV വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ എടുക്കുകയുണ്ടായി. അന്നത്തെ കേന്ദ്ര നേതൃത്വത്തെ, ദേവഗൗഡ അടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തെ തിരസ്കരിച്ചുകൊണ്ട് ഞാനടക്കം ശ്രീ NV വീരേന്ദ്രകുമാറിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പ്രത്യേക നിലപാട് ഇടതുപക്ഷാധിപത്യത്തോടൊപ്പം നിൽക്കുകയും ഒരു ഘട്ടത്തിൽ ദേശീയ നേതൃത്വം ആ നയം തിരുത്തി BJPയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോ സംസ്ഥാന നേതൃത്വം NV വീരേന്ദ്രകുമാർ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം, സംസ്ഥാന ഘടകം തിരികെ ദേവഗൗഡയുടെ പാർട്ടിയുമായി തിരികെ യോജിക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇതിന് മുമ്പിൽ കിടക്കും. പക്ഷേ സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടി ഉണ്ടായത് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനതാദൾ എസിന് അർഹമായി കിട്ടേണ്ടിയിരുന്ന സീറ്റ് കിട്ടാതെ വന്നപ്പോ
LDF നിന്ന് പിണങ്ങി UDF അനുകൂലമായി തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത്. താങ്കൾ യാത്രയിലുമാണ്. ദയവായി തുടരണം ശ്രീ മാത്യു ടി തോമസ്. ശ്രീ VV രാജേഷ്, BJP വിരുദ്ധ രാഷ്ട്രീയം അതൊരു മഴവിൽ സഖ്യമായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ MP-മാരുടെ എണ്ണത്തിൽ മാത്രമല്ല MLA-മാരുടെ എണ്ണത്തിലും അവരുടെ ഏറ്റവും മോശം നിലയിലേക്ക് എത്തുന്നു. സംഘടനാപരമായ കരുത്ത് ചോരുന്നു. ഈ പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്കൊരു പാഠമാണ്. പല കാര്യങ്ങളാൽ വിഘടിച്ച് നിന്നിരുന്ന ആളുകൾക്ക് പഴയ പോലെ ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ്. അപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള സ്വാഭാവികമായ പ്രക്രിയ അവിടെ ഉണ്ടാകും. കാരണം വലിയ ശത്രുവിനെ നേരിടുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരിക തന്നെ ചെയ്യില്ലേ അഭിലാഷ്? അപ്പോൾ വലിയ കക്ഷി ഞങ്ങളാണ് എന്ന് ഇവർ സമ്മതിച്ചല്ലോ. ഇന്ത്യയുടെ ചില ഹിന്ദി ഹൃദഭൂമിയിൽ മാത്രം പ്രവർത്തനമുണ്ടായിരുന്ന BJP ഇന്ന് കാശ്മീർ മുതൽ കേരളം വരെ വളർന്നു എന്ന് ഇവർ സമ്മതിച്ചതിന് തന്നെ 1000 നന്ദി. മറ്റൊന്ന്, വിഘടിച്ചു നിന്നവർ ഒരുമിച്ച് ചേർന്നു എന്ന് വച്ച് ജനം കൂടെ വരണമെന്നില്ല. കാരണം ഇവർ വിഘടിക്കുന്നതും ഇവർ ഒരുമിച്ച് ചേരുന്നതുമൊക്കെ അധികാര രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ജനത. ഏറ്റവും രസകരമായ സംഗതി, ബഹുമാനപ്പെട്ട ശ്രീ നിതീഷ് കുമാർ എന്ന് പ്രസംഗിച്ചതിൽ നരേന്ദ്രമോദിയെയും ഗുജറാത്തിലെ സംഭവങ്ങളെയും കാര്യമായി പറഞ്ഞിരിക്കുന്നു. 2002 ഗുജറാത്തിൽ ഈ പറഞ്ഞ ഗോദ്ര സംഭവവും തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട നിതീഷ് കുമാർ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലിരുന്ന് BJPയുടെ മന്ത്രിസഭയിലിരുന്ന് വളരെ മനോഹരമായി കേന്ദ്രമന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുകയായിരുന്നു. 2002 മുതൽ 2014 വരെ അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധവും തോന്നിയില്ല. ഞങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ കൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഭരിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയോടുള്ള അസൂയ കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നതിനെ തടയാൻ പറ്റാത്തത് കൊണ്ട് പുറത്തു പോയിട്ട് ഈ ഗിരിപ്രഭാഷണം നടത്തുന്നത്. മറ്റൊന്ന്, നരേന്ദ്രമോദിയെയും BJPയെയും തള്ളിപ്പറഞ്ഞ് തിരിച്ചുപോയ നിതീഷ് കുമാറിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനത കൊടുത്തത് എന്താണെന്ന് അറിയാമല്ലോ. തുടരുക ശ്രീ VV രാജേഷ്. ശ്രീ NP ചേക്കുട്ടി, കോൺഗ്രസിന്റെ അപ്രമാദിത്വമുള്ള രാഷ്ട്രീയ അവസ്ഥയ്ക്ക് ഒരു ബദലായത് അല്ലെങ്കിൽ അതിന് എതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും അവർക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി ഇതിപ്പോൾ BJPയുടെ അപ്രമാദിത്വ കാലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബദൽ രാഷ്ട്രീയം ഉരുത്തിരിയാനുള്ള സാധ്യത ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടോ? തീർച്ചയായും BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനകീയമായിട്ടുള്ള മതേതരമായിട്ടുള്ള ദേശീയതയുടെ പാരമ്പര്യങ്ങൾ അടിയുറച്ച ഒരു രാഷ്ട്രീയം ഉയർന്നു വരും. കാരണം BJPയുടെ വർഗീയമായിട്ട് രാഷ്ട്രീയത്തിനോട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ഒരു യോജിപ്പില്ല. പക്ഷെ പ്രശ്നം വിയോജിപ്പുള്ള ആളുകൾക്കിടയിലുള്ള വിയോജിപ്പാണ്. BJPയുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ, ദേശീയമായ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇന്ത്യയുടെ നാഷണലിസ്റ്റിക് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നണിയാണ് വേണ്ടത്. അങ്ങനെ വരണം. ഇപ്പൊ ഇരിക്കുന്ന സോഷ്യലിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ആ ഒരു മുന്നേറ്റം വരണമെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് യോജിക്കേണ്ടതായിട്ട് വരും, സോഷ്യലിസ്റ്റുകൾ ഒന്നിച്ച് യോജിക്കേണ്ടി വരും. ഇങ്ങനെ BJPയുടെ രാഷ്ട്രീയത്തെ, വർഗീയത എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിപ്പിക്കണം. ഇവിടെ കേരളത്തിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. LDFന്റെ ഭാഗത്ത് കൂടി ഒരു തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റുകളുണ്ട്, മറുഭാഗത്തുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യോജിപ്പ് സാധ്യമല്ല. BJPയെ തകർക്കണമെങ്കിൽ, BJP രാഷ്ട്രീയമായി പരാജയപ്പെടുത്തൽ രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം വേണം. അത് തത്വത്തിന്റെയും ചിന്തയുടെയും നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതാണ് പ്രധാനം. അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാക്കാൻ എപ്പോൾ കഴിയോ അപ്പോൾ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായി വരും. വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി, ശ്രീ ഷേഖ് പി ഹാരിസ്, ശ്രീ VV രാജേഷ്, ശ്രീ മാത്യു ടി തോമസ് സംസാരിച്ചതിന്.